ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ രീതിയിലുള്ള കൊഴുവ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 300 ഗ്രാം കൊഴുവിൻ്റെ നന്നാക്കി വെച്ചതിന് ശേഷം 300 ഗ്രാം ഉണ്ടാവും. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. അപ്പോൾ നമ്മൾ കൊഴുവയ്ക്ക് മസാല ഉണ്ടാക്കാനുള്ളതാണ് തേങ്ങ ചിരവിയത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത്, അതായത് ഒരു ഇളയ ഇഞ്ചിയാണ് പെട്ടെന്ന് അരിഞ്ഞു വരാൻ വേണ്ടി. ഒരു 4 ചുവന്നുള്ളിയും ഒരു 4 വെള്ളുള്ളിയും ഇതേമാതിരി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒരു 1/4 സ്പൂണ് ചതച്ച കുരുമുളകും ഒരല്പം ഉപ്പും മാത്രം ചേർത്ത് ഒരു 1.5 സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്ന് പെട്ടെന്ന് ക്രഷ് ചെയ്ത് വരും. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മസാല കൂട്ട് തയ്യാറാക്കാൻ ബൗളെടുത്തു. 3/4 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂണ് മൈദയും 3/4 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി എടുക്കാം, ഒരല്പം മഞ്ഞൾപ്പൊടി, അത്ര തന്നെ ഗരം മസാല അതുകൂടി ചേർത്തു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ചേർക്കാം. അപ്പോൾ അതേപോലെ തേങ്ങ അരച്ച് ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് അത് നിർബന്ധമായിട്ട് ചേർക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉപ്പെല്ലാം കറക്റ്റായി വരും. കാരണം നമ്മൾ നേരത്തെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതേ കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഴുവ മീൻ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പൊടി കൊഴുവയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പൊടിമീൻ ഇതേപോലെ പൊരിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ മസാലക്കൂട്ട് തയ്യാറാക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. നമ്മളെ പാക്കറ്റിൽ നിന്ന് പല പൊടികളും വാങ്ങി മസാലയ്ക്ക് ചേർക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ നാട്ടിലുള്ള തേങ്ങ തന്നെ മതി. നാടനായിട്ട് നല്ല രുചിയാണ്. എണ്ണ ചൂടാക്കാൻ വെച്ചു. ചൂടായി വരുന്ന സമയത്ത് ഒരിപ്പം നല്ലപോലെ ചൂടായി വരണം. ഇതേപോലെ അങ്ങോട്ട് മീനിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ വിടുവിച്ചിട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് സെറ്റ് ആയി വരട്ടെ. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചൂടിലാണ് നമ്മൾ എണ്ണ വെച്ചിരിക്കുന്നത്. മീനിട്ടതിന് ശേഷം ഇനി ഒരല്പം വേണമെങ്കിൽ തീ കുറയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതേപോലെ ഒന്ന് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ മീനായതുകൊണ്ട് തന്നെ എണ്ണയിൽ മുങ്ങി കിടക്കുന്നുണ്ട്. വീണ്ടും ഒരു 1.5 മിനിറ്റോളം നമ്മളതൊന്ന് മൊരിയിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല അടിപൊളി സെറ്റായ കൊഴുവ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു തണ്ട് എന്നതിന് ശേഷം നമ്മൾ കോരിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മീൻ നല്ല സെറ്റായിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ആ തേങ്ങ അരച്ച മസാലയെല്ലാം ആ മീനിലേക്ക് ചേർന്ന് പിടിച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കാം. മുള്ളടക്കം നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത് ഞാൻ അതേപോലെ ഒന്ന് വറുത്ത് കാണിച്ചു തരാം. അപ്പോൾ അധികം മസാലയൊന്നും ഇളകി നമ്മുടെ എണ്ണയിൽ പോയിട്ടില്ല. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. രണ്ടാമത് നമ്മൾ അതേ രീതിക്ക് തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയുടെ ചൂടാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട, നല്ലപോലെ ചൂടായതിന് ശേഷം ഇടുക, അല്ലെങ്കിൽ ആ മസാല ഇളകിപ്പോവും. ഇതും അതേപോലെ തന്നെ ഞാൻ അവിടെ പൊരിച്ചെടുത്തു. അപ്പോൾ എന്തായാലും ഇനി കൊഴുവ അല്ലെങ്കിൽ പൊടി മീൻ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു മസാല കൂട്ടൽ ചെയ്ത് നോക്കുക. എല്ലാം നമ്മൾ നാടൻ രീതിക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് രണ്ടാമത് ഞാൻ പൊരിച്ചെടുത്തു. അങ്ങനെ നമ്മൾ 3 ട്രിപ്പായിട്ട് ഈ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കൊഴുവ പൊരിച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ അങ്ങോട്ട് പൊട്ടിച്ച് കഴിക്കാം. അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ മഴക്കാലമായതുകൊണ്ട് ഈ ഒരു കൊഴുവ വറുത്തതും പിന്നെ നമ്മൾക്കുള്ളത് ഒരു വൻപയർ പുളിക്കറിയാണ്. അപ്പോൾ മഴക്കാലത്ത് നല്ല സൂപ്പറാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.